Much happiest Children's Day ahead. And you all know, right, whose birthday we are celebrating Children's Day? Yes, that's right. So our India's first Prime Minister, Jawaharlal Nehru, he loves all the children very much, and he said that you children are the strength and future of our nation. Okay? So a big round of applause to all of this good day, all of you. So before beginning, let us seek Almighty's blessings. I invite our another teacher to lead us in prayer. Thank you. Let us say the pledge. I invite Veena teacher to lead us with the pledge. India is my country. All Indians are my brothers and sisters. I love my country. And I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers, and all others respect. To share today's inspiring thought, I welcome Sujata teacher onto the stage. Our respected principal ma'am, parents, teachers, and my dears. First of all, I wish you all a very happy Children's Day. Today's thought: Education breeds confidence, and confidence breeds hope, and hope breeds our thoughts of peace. It means education is the base of everything. So it reflects on our life and outlook. Thank you all. Again, I wish you a happy Children's Day. As you can see, today for you all, your dear teachers are conducting the assembly. I hope you all are enjoying it. Yes or no? So children, next we have something special coming up. Today's news bulletin is presented by our MAKM teachers. Are you ready for that? So now I invite Shiju sir, Sena teacher, Shamnat sir, Binu sir, and Gauri teacher onto the stage to present today's news bulletin. Thank you. സ്വാഗതം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷിജുകുമാർ. പത്രവായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനായി മകം ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ ഹൃദയപൂർവ്വം സുപ്രഭാതം പരിപാടിക്ക് തുടക്കമിട്ടു. സുപ്രഭാതം പത്രം നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വാമനപുരം MLA ശ്രീ DK മുരളി. രാഷ്ട്രീയ കേരളത്തിന്റെ സ്ഥിരങ്ങളിലേക്ക് പോരാട്ട ചൂട് പകർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13 വോട്ടെണ്ണൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ. ഡൽഹിയിലെ സെങ്കോട്ടയ്ക്ക് സമീപം ദേശവിരുദ്ധ ശക്തികൾ കാർ ബോംബ് ആക്രമണത്തിലൂടെ നടത്തിയത് ഹീനമായ ഭീകരാക്രമണമെന്ന് കേന്ദ്രമന്ത്രിസഭ. സ്ഫോടനത്തിൽ 13ഓളം പേർ കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാർ IAS-നെ നിയമിച്ചു. 2 വർഷത്തേക്കുള്ള നിയമന ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തെരുവു നായകളുടെ കടിയേറ്റ് 10 പുള്ളിമാരുടെ ചത്ത സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മന്ത്രി
ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. പാലോട് സ്വദേശിയായ പെൺകുട്ടിയെ തീവണ്ടിയിൽ ആക്രമിച്ച കേസ് പ്രതി സുരേഷ് കുമാറിനെ തിരിച്ചറിഞ്ഞു ദൃക്സാക്ഷി. വ്യാഴാഴ്ച മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ പൂജപ്പുര സെക്രട്ടറിയിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധനവ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വ്യാഴാഴ്ച പവന് 2280 രൂപ കൂടി വർദ്ധിച്ചു. ഇന്ന് നവംബർ 14 ശിശുദിനം. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് ഉറച്ചു വിശ്വസിച്ച കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചായി 1930കളിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. സമരഭൂമിയിൽ നിന്നും തന്റെ മകൾ ഇന്ദിരയ്ക്ക് കത്തുകൾ എഴുതിയിരുന്നു നെഹ്റു. പിന്നീട് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകം. തീരുമാനിച്ചിരിക്കുന്നത് പൗരുഷത്തിന്റെ പ്രതീകമായി എന്നും ജീവിക്കുന്ന മഹാനടൻ ജയന്റെ ഓർമ്മകൾക്ക് 45 വയസ്സ്. തന്റേതായ വേറിട്ട അഭിനയശൈലിയും സംഭാഷണങ്ങളും കൊണ്ട് താരസിംഹാസനം കൈയടക്കിയ നടനായിരുന്നു ജയൻ. മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ജയൻ എന്ന നടൻ വിടവാങ്ങിയത്. 1980 നവംബർ 16 ചെന്നൈക്കടുത്തുള്ള ഷോളവാരത്ത് PN സുന്ദരം സംവിധാനം ചെയ്ത കോളാക്കർ എന്ന സിനിമ ചിത്രീകരണം വേണ്ടി ഹെലികോപ്റ്ററിൽ പിടിച്ചു തൂങ്ങിയുള്ള സാഹസിക രംഗം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് തറയിലിടിച്ചാണ് ജയന് മരണം സംഭവിച്ചത്. കാലയവനിക്കുള്ളിൽ മറന്ന 45 വർഷം കഴിയുമ്പോഴും ജനപ്രീതിയിൽ ജയന് മുന്നിൽ തന്നെ. ജയന്റെ പ്രശസ്തമായ സംഭാഷണങ്ങളുടെ അകമ്പടിയോടെ അങ്ങാടി എന്ന ചിത്രത്തിൽ മനോഹരഗാനം ആരംഭിച്ചുകൊണ്ട് മകം സ്കൂളിന്റെ പ്രിയ ഗായകരായ എന്നിവർ നമ്മളോട് ചേരുന്നു. മനസ്സിലാക്കിയിട്ടില്ല. അത് മരണത്തിന് വരെ മാത്രമായിരിക്കും. ഇതാണ് സുൽത്താൻ സാമ്രാജ്യം. കയ്യിൽ ലാത്തിയില്ല, തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല, ദേഹത്ത് കാക്കി കുപ്പായവുമില്ല. സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല എന്ന് പറയുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വിജയനോടിന്റെ ഗതാഗതത്തിന് ശാശ്വത പരിഹാരവുമായി പുതിയ മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമാവുകയാണ്. ഇതിന്റെ നിർമ്മാണ സമയത്തുണ്ടാകുന്ന യാത്രാക്ലേശങ്ങൾ പരിഹരിക്കാൻ സമാന്തര പാതകൾ ഗതാഗത യോഗ്യമാക്കി വാഹനങ്ങളെ വഴിതിരിച്ചു വിടുന്ന കാഴ്ചകളാണ് ദിനംപ്രതി കാണുന്നത്. വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ റിപ്പോർട്ടർ
ഷംനാഥ് കന്യാകുളങ്ങര പ്രൊമോട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഷംനാഥ്. ഗുഡ് മോർണിംഗ് എസ് കെ കേൾക്കാം. എസ് കെ വിദ്യാഭ്യാസ ഗതാഗതത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുകയാണ്. സർക്കാർ വിവരമനുസരിച്ച് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന കലാപദ്ധതിയാണിത്. പാലം പാലം തുടങ്ങിയപ്പോൾ തന്നെ കൂടുതൽ വാഹനങ്ങൾ ഉപറോഡുകൾ വഴി തിരിച്ചുവിട്ട് ഗതാഗതം നിയന്ത്രിക്കുകയാണ് എസ് കെ പുഴയിൽ നിന്നും കൊട്ടാരക്കാലത്തേക്ക് പോകുന്ന ബസ്സുകൾ തക്കാൾ സമന്വയങ്ങളിലൂടെയും വിമാനത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സുകൾ അമ്പലങ്ങളിൽ നിന്നും മാതൃക വഴി ഗർഭവണ്ടിലൂടെ കടന്നുപോകുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് പോലീസ്. എസ് കെ എന്നാലും ഫലപൂർത്തീകരിക്കുമ്പോൾ നാട്ടിലെ മുഖച്ഛായ വാർന്ന വികസനത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. സംശയമേ ഗതാഗത കുരുക്കളില്ലാത്ത വിദ്യാർത്ഥികളുടെ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സ്കൂൾ കിഡ്സ് കാർണിവൽ 2025 സംഘടിപ്പിച്ചിരിക്കുന്നത് 2 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാവുന്ന തരത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രതിഭകളുടെ വർണ്ണാഭമായ കലാപ്രകടനം നടക്കുന്ന വേദിയിലെ വിശേഷങ്ങൾ തമിഴാണ്. നമ്മോടൊപ്പം റിപ്പോർട്ടർ ഗൗരി കൃഷ്ണ ചേരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഇനി MAKM വേദിയിൽ അരങ്ങേറുന്ന കിഡ്സ് കാർണിവൽ 2025 എന്ന കലാപരിപാടിയിലേക്ക് തത്സമയം. All the parents, are you all enjoying the program? Okay, so let's keep up the energy and much awaited things are coming up. So now we all know that it's a very important day and definitely we have to listen to our beloved Principal Ma'am's message. So I invite a ma'am to share the Children's Day message for everyone. A happy Children's Day to all. By all, I mean not just the children, but everyone, each one of you, each teacher, each parent who was there, along with the children who have some, childishness still kept intact, safe within yourself, because that is very much needed in today's life. Being innocent, being honest like a child is very important, and at times to be stress-free. You have to let loose and be a child. Like what we saw today on the stage, the performance by the teachers was a wonderful one. A huge round of applause to all the teachers who were on the stage and outside who still to perform. The smile on your faces, and that's the reason why all teachers are here every day. Our Sanuja ma'am, beloved Vice Principal, to share Children's Day message. Good morning everyone. Happy Children's Day wishes to all. So as we know, today we are celebrating Children's Day to commemorate the birthday of our first Prime Minister, Pandit Jawaharlal Nehru. So before going to my message, I'd like to narrate a very simple story to you. All of us have watched Nehru wearing a red rose on his coat. Do you know the story behind that? There's a story behind that, and the story is like this. During one of his birthday, many children went to wish him, and they brought many precious gifts. And one
small girl. She didn't have enough money to buy anything. Wishes to all my dear children. Love you all. Thank you. Not only today, every day is actually Children's Day, isn't it? എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരുടെയും ബ്രൈറ്റർ ഡേയ്സ് ആണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ വി ഓൾ നോ ദാറ്റ് എവറി ഡേ ഇസ് മീനിങ്ഫുൾ ആൻഡ് എവറി ഡേ ഇസ് മോർ ബ്യൂട്ടിഫുൾ വിത്ത് യുവർ സ്മൈൽസ്. ആൻഡ് നിങ്ങൾ സ്കൂളിലൊക്കെ വരുമ്പം യുവർ ടീച്ചേഴ്സ് ദേ ഓൾ ആർ ടേക്കിംഗ് കെയർ ഓഫ് യു, ടീച്ചിങ് യു ഗുഡ് തിങ്സ് ആൻഡ് എ ലോട്ട് മോർ. വീട്ടിലും നിങ്ങളുടെ പേരൻസും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, ചിലപ്പോൾ വഴക്കൊക്കെ കിട്ടും, ബട്ട് സ്റ്റിൽ യു ഓൾ നോ ദാറ്റ് ആഫ്റ്റർ ഓൾ വി ലവ് യു ഓൾ. സോ ഇന്നത്തെ ഈ ഒരു ഡേ നിങ്ങൾ എന്തോരം ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം. സോ വി വിഷ് ടു മേക്ക് യു മോർ ഹാപ്പിയർ എവറി സിംഗിൾ ഡേ. So today we are going to present before you a short musical skit by the teachers. So it's just a funny skit for you to sit back and enjoy.
Thank you.